ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ വന്ദനം. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി 1 പത്രോസ് 5-ാം അധ്യായം 1-ാം വാക്യം, 1 Peter chapter 5:1. ഉന്മേഷത്തോടെയും ഇടവകളിന്മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻ കൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. യെശയ്യാവ് 29-ാം അധ്യായം 12-ാം വാക്യം. യെശയ്യാ ചാപ്റ്റർ 29:12. അല്ല, ആ പുസ്തകം അക്ഷരവിദ്യ ഇല്ലാത്തവൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറയും. ഒരു സംഭവ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. 2009 ബറോഡയിൽ ഒരു ഹോട്ടലിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാർ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. ഡോക്ടർ ശൈലേഷ് മേക്തയുടേതാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന കാർഡിയാക് സർജൻ. എനിക്ക് ഒരു 10 മിനിറ്റ് വേണം, ഞാൻ പ്രശ്നത്തിലാണ്. അദ്ദേഹം സമ്മതിച്ചു. 2008 ഡിസംബർ 25-നോ 26-നോ അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ ചെറുപ്പക്കാരായ മാതാപിതാക്കൾ എത്തുന്നു. അവരുടെ കൂടെ 5 വയസ്സായ കുട്ടിയുമുണ്ട്. കുട്ടിക്ക് ഹൃദയ സംബന്ധമായ രോഗമാണ്. അവരെ തൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. കുട്ടിയുടെ കേസ് ഷീറ്റ് നോക്കി. സർ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനുള്ളത് ഈ നിമിഷം തന്നെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുകയാണ്. അങ്ങനെ ചെയ്താൽ തന്നെ 70% രക്ഷപ്പെടാൻ സാധ്യതയില്ല, 30% പ്രതീക്ഷയുണ്ട്. മാതാപിതാക്കൾ വളരെ ആലോചിച്ച് പറഞ്ഞു സർജറി ചെയ്യാൻ. കുട്ടിയെ അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. സർജറിക്കുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തി. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജിക്കൽ ടേബിളിൽ കിടത്തി. കുട്ടിയോടെ അദ്ദേഹം ചോദിച്ചു, മോൾക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടോയെന്ന്. കുഞ്ഞ് പറഞ്ഞു, ഒരു സംശയമുണ്ടെന്ന്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ദൈവം വസിക്കുന്നത് ഹൃദയത്തിൻ്റെ അകത്താണെന്ന്. ഞാൻ കണ്ണടച്ച് നോക്കുമ്പോൾ കാണുന്നതൊക്കെ ഇരുട്ടാണ്. അങ്ങ് എൻ്റെ ഹൃദയം തുറക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന ദൈവത്തെ എൻ്റെ അന്വേഷണം അറിയിക്കണം. 1. 2, ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരണം. സർജറി ആരംഭിച്ചു. ഏതാണ്ട് 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു തുള്ളി രക്തം പോലും വരുന്നില്ല. കുട്ടിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന യന്ത്രങ്ങളും മെഷീൻസും ഒക്കെ സിങ്കിങ് സ്റ്റേജ് ആണെന്ന് കാണിച്ചു തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, തുന്നിക്കെട്ടിക്കോളാൻ. ഈ നിമിഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുട്ടിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. അദ്ദേഹം ടേബിളിൻ്റെ താഴെ കൈകൾ കൂട്ടിപ്പിടിച്ച മനസ്സാ പറഞ്ഞു, കണ്ണുനീരോടെ ദുഃഖത്തോടെ, ദൈവമേ, അങ്ങുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. അങ്ങുണ്ട് എന്ന് ഈ കുഞ്ഞും അമ്മയും വിശ്വസിക്കുന്നു. ഞാൻ തോറ്റുപോയി. അങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ ചെയ്യാം. ഇത് പറഞ്ഞ് തീരലും അസിസ്റ്റൻ്റ് ഡോക്ടേഴ്സ് പറഞ്ഞു, ബ്ലഡ് ഈസ് കമ്മിങ്. ഒരു തുള്ളി രക്തം വാൽവ് തുറന്ന് ഹൃദയത്തിൽ നകത്തേക്ക് വീണു. വീണ്ടും സർജറി തുടങ്ങി. സർജറി പൂർണ്ണമായി കഴിഞ്ഞു. കണ്ണുനീരോടെ ഈ കഥ പറഞ്ഞിട്ട് ഡോക്ടർ ശൈലേഷ് മേത്ത പറഞ്ഞു, സർ, ഞാനിന്ന് അവളെ കാണാൻ പോകുകയാണ്. എൻ്റെ പ്രോബ്ലം അതല്ല, ഞാൻ എന്തുത്തരമാണ് കുട്ടിയോട് പറയുക. അബ്ദുൽ കലാം
എന്ന മഹാപുരുഷൻ പറഞ്ഞു, കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ ഒരു തുള്ളി രക്തമായി ദൈവം ഇറങ്ങി വന്നത് ഞാൻ കണ്ടു. ദൈവത്തെ കാണാനാകില്ല, അനുഭവിക്കാനാകും. അത് പറഞ്ഞു കഴിഞ്ഞ് അബ്ദുൽ കരീം സാർ തൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരായ മാതാപിതാക്കളോട് പറഞ്ഞു, അന്ന് ഡോക്ടർ ശൈലേഷ് മേത്ത ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഐ ആം നൗ 69 years old. ഞാൻ ഇന്ന് ഒരു കൾച്ചറുള്ള ഒരാളാണ്. എന്നെ അങ്ങനെ ആക്കിയത് 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയെ അങ്ങനെ എത്തിച്ചത് അവളുടെ അമ്മയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങളിൽ മഹത്തായ സംസ്കാരത്തിൻ്റെ വിത്ത് വിതയ്ക്കാനും പകർത്താനും സാധിക്കും. ഇല്ലെങ്കിൽ കാലം നമ്മോട് ചോദിക്കും, നിനക്ക് ഒരു കുഞ്ഞിനെ തന്നു, സമൂഹത്തിന് എങ്ങനെയാണ് തിരിച്ചു കൊടുത്തതെന്ന്. ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ തല താഴ്ത്തി നിൽക്കാൻ ഇടവരും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. മുകളിൽ വായിച്ച വേദഭാഗത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്: ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവൻ്റെ കയ്യിൽ കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മുകളിൽ വായിച്ച വേദഭാഗത്തിൻ്റെ ചുരുക്കമാണിത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും ലോകമെമ്പാടും നമുക്ക് കാണുവാൻ സാധിക്കും ധാരാളം ദേവാലയങ്ങൾ, ധാരാളം ചർച്ചുകൾ രൂപം കൊള്ളുന്നതായി. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ചർച്ചിൻ്റെ വലുപ്പവും ജനപ്രീതിയും കൂടി വരുന്നവരുടെ എണ്ണവുമൊക്കെ ആണ് ദൈവഭക്തിയുടെ വിജയമായി കാണുന്നത്. എന്നാൽ ഇത് വലിയ അപകടമായ ഒരു കള്ളമാണ്. ഒരു ചർച്ചിൻ്റെ വിജയമെന്ന് പറയുന്നത് കെട്ടിടത്തിൻ്റെ വലിപ്പമോ സഭയുടെ ജനപ്രീതിയുമല്ല, വേദപുസ്തകത്തെ മുറുകെ പിടിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ പോകുന്നിടം കൂടുതലായി ശ്രദ്ധ കൊടുക്കുന്നത് മുകളിൽ പറഞ്ഞ എന്തിനെങ്കിലും ആണെങ്കിൽ ഒരു വിശ്വാസിക്ക് പറ്റിയ സ്ഥലമല്ലത്. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഒരു വിശ്വാസിക്ക് പറ്റിയ സ്ഥലമല്ലത്. സത്യമായി ദൈവഭയമുള്ള, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരിടമാണ് ഉചിതം, ഒരു വിശ്വാസിക്ക് ഉചിതം. ഇപ്പോൾ വലിയ സമൃദ്ധിയുടെ ചർച്ചുകൾ, ദേവാലയങ്ങൾ ആണ് അധികവും. അവർ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കും. കാരണം ജനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ അവർ പറയും. ഈ ചർച്ചുകൾ പ്രാധാന്യം കൊടുക്കുന്നത് അഭിവൃദ്ധിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും സമ്പത്തിനെയൊക്കെ പറ്റിയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അഭിവൃദ്ധിയെ പറ്റിയും സമ്പത്തിനെ പറ്റിയും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന് അഭിവൃദ്ധിയെപ്പറ്റി പറയുന്നത് ഗുണകരമാണ്. എന്നാൽ യഥാർത്ഥമായ സത്യം എന്താണ്? ഒരു ചർച്ചിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്താണ്? എത്ര പേർക്കറിയാമത്? കോടീശ്വരന്മാരെ ഉണ്ടാക്കുകയാണോ? ലോകത്ത് സമ്പത്ത് ഉണ്ടാക്കുകയാണോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ല, നോ എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെന്താണ്? ഓർമ്മിക്കുക, റിമെമ്പർ ദാറ്റ് ഒരു ചർച്ചിൻ്റെ പ്രാഥമിക ദൗത്യം യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് ഒരു പ്രാർത്ഥനാലയം മാത്രമേ. ആത്മാക്കളെ ശാശ്വതമായ രക്ഷയിലേക്ക് നയിക്കുകയാണ്. മാത്യു ചാപ്റ്റർ 21:13
മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 13 വാക്യം. പൊൻവാണിഭക്കാരുടെ മേശകളും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളഞ്ഞ് അവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനൊരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ചർച്ച് ഒരു വിനോദ സ്ഥലമെന്നോ ഒരു സമ്മേളന സ്ഥലമോ ആണെന്ന്. അതൊരു പ്രാർത്ഥനാലയമാണ്. ഒരു ചർച്ച് കൂടുതൽ സമയം ചെലവിടുന്നത്, ഊന്നൽ കൊടുക്കുന്നത് സമ്പത്തിനെ പറ്റിയും അഭിവൃദ്ധിയെപ്പറ്റിയും ലോകത്തെ വിജയത്തെപ്പറ്റിയും പറഞ്ഞ് ആത്മീയ കാര്യത്തെപ്പറ്റി പറയാതെ, മാർഗനിർദ്ദേശം നൽകാതെ, എങ്ങനെ രക്ഷയിലേക്ക് വഴിയെന്ന് പറയാതിരുന്നാൽ നിങ്ങൾ അവിടം വിട്ടു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതൊരു പൈശാചിക കൂട്ടായ്മയാണ്, അതൊരു ദൈവീക കൂട്ടായ്മയല്ല. കാരണം യേശു പറഞ്ഞത് എന്താണ്? നിന്റെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നീ വിട്ടുപോക എന്നാണ്. ദൈവഭയമുള്ള, വിശ്വാസമുള്ള, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന ഇടത്ത് പോകാം. മാത്യു ചാപ്റ്റർ 15, 3-6. മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 3-6 വരെ ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരകരമായി വരേണ്ടത് വഴിപാടെന്ന് പറഞ്ഞാൽ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. എബ്രായർ 4 അധ്യായം 12. ഹീബ്രൂസ് ചാപ്റ്റർ 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. 80കളുടെ ആരംഭങ്ങളിൽ ധാരാളം ചർച്ചുകൾ, ദേവാലയങ്ങൾ ഉണ്ടായി. വരുന്നവർക്ക് സൗഹൃദം പകരുന്നു. നല്ല ഉദ്ദേശത്തോടെയാണ് അവർ തുടങ്ങിയത്. കാലക്രമേണ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പുതിയ ആൾക്കാരെ ആകർഷിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും വിശ്വാസികൾ അല്ലാത്തവർ, പുതിയ ശൈലിയിലും പുതിയ ഭാവത്തിലും ഉള്ളവർ. ഈ ചർച്ചസിൽ വരുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചർച്ചുകൾ മാറി. എന്തും പറയാം, എന്തും ചെയ്യാം. ഈ ചർച്ചുകൾ ഏതാണ്ട് വിനോദ കേന്ദ്രങ്ങൾ, സോഷ്യൽ ക്ലബ്ബുകൾ, സോഷ്യൽ ഗ്യാതറിങ് പോലെ ഒക്കെ ആയി. വേദപുസ്തകത്തിലെ സത്യങ്ങൾ പറയാതെ ജനക്കൂട്ടത്തെ ആകർഷിക്കാനും ജനപ്രീതി കിട്ടാനുമായി സെലിബ്രിറ്റി ലെവലിലേക്ക് അവർ മാറിക്കൊണ്ടിരുന്നു. ജനത്തിന് വേണ്ടത്, ജനത്തിന് ആഗ്രഹമുള്ളത്, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവർ കൊടുത്തു. അവർ പറഞ്ഞു എന്തൊക്കെയാണ്? സമ്പത്ത്, വിജയം, പുരോഗതി, രോഗസൗഖ്യം, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ എന്നിങ്ങനെ പലതും. അവർ പല മാജിക്കുകളും പല മിമിക്സും പല ജാലവിദ്യകളും കാണിക്കും ജനത്തെ ആകർഷിക്കാൻ. ജനം കൂടുന്നതിനനുസരിച്ച് അവരുടെ വരുമാനം വർദ്ധിച്ചു കൊണ്ടിരുന്നു. പല ചർച്ചകളും ഇന്ന് നിലകൊള്ളുന്നത് ലോകത്തിൻ്റെയും ജനത്തിൻ്റെയും അംഗീകാരം അനുസരിച്ചാണ്. വേദപുസ്തകത്തിലെ സത്യത്തിന് വേണ്ടിയല്ല. അവർ പാപത്തെപ്പറ്റിയും
മനസാന്തരത്തെപ്പറ്റിയും ദൈവവചനം പറയുന്നത് നിർത്തി. അവരുടെ ആത്മീയത, അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു. പാസ്റ്റർമാരെ അവർ ആരാധിക്കാൻ തുടങ്ങി. അവരുടെ വ്യക്തിത്വവും അവരുടെ കരിഷ്മയും അവരുടെ പേഴ്സണാലിറ്റിയും എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്നു. യേശു ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കാതെ, ദൈവ സാന്നിധ്യം കാക്ഷിക്കാതെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാസ്റ്റർ വരുമ്പോൾ ചുവന്ന പരവതാനി വിരിക്കുന്നത്? അവർക്ക് സുഗമമായി നടന്നു വരാനായി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാസ്റ്റർ വരുന്നത് കാണുമ്പോൾ ജനനിയന്ത്രണമില്ലാതെ കരയുന്നത്, നിലവിളിക്കുന്നത്? ഈ സ്ഥലം ഒരു വിശ്വാസിക്ക് പറ്റിയതല്ല. ഇതൊരു പൈശാചിക കേന്ദ്രമാണ്, ദൈവിക കൂട്ടായ്മയല്ല ഒരിക്കലും. Remember, only Jesus Christ deserves your worship, not any pastor, no matter how famous he might be. ഓർമ്മിക്കുക, നിങ്ങളുടെ ആരാധന അർഹിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും പാസ്റ്റർ, അവർ എത്ര പ്രശസ്തനാണെങ്കിൽ കൂടി അല്ല. പല ചർച്ചകളും പാപത്തെ സഹിക്കുന്നു, അംഗീകരിക്കുന്നു. വളരെ അപകടമാണിത്. ശ്രദ്ധിക്കുക. പാപത്തെ പുനർനിർവചിക്കുക, ആഘോഷിക്കുക, അത് കള്ളന്മാരുടെ കൂടാരമാണ്. നേതൃത്വം കൊടുക്കുന്ന സെലിബ്രിറ്റി പാസ്റ്ററാണ്. ദൈവവചനം വളച്ച് നിങ്ങളെ നിർബന്ധിച്ച് നിങ്ങളുടെ പണം കൊടുപ്പിക്കുന്നു. പല പാപങ്ങളും അവർ അംഗീകരിക്കുന്നു. വചനത്തിന് വിരുദ്ധമായി ലോകത്തോടുള്ള ഇഷ്ടം നിങ്ങളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരട്ടെ. ഒരു ചർച്ച് പാപത്തെ പുനർനിർവഹിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, സമൂഹത്തിൻ്റെയും ജനത്തിൻ്റെയും താല്പര്യത്തിനനുസരിച്ച് വഴങ്ങുന്നുവെങ്കിൽ അത് ദൈവികമല്ല, പൈശാചികമാണ്. എന്താണ് യേശു പറഞ്ഞത്? എൻ്റെ ആലയം പ്രാർത്ഥനയ്ക്കുള്ളതാണ്. അവനൊരിക്കലും പറഞ്ഞില്ല വിനോദത്തിനുള്ളതാണെന്ന്, വിട്ടുവീഴ്ചയ്ക്കുള്ളതാണെന്ന്, പാപത്തെ സഹിക്കുന്നതാണെന്ന്. ഒരു ചർച്ച പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നതും തെറ്റുകൾ തിരുത്താൻ പറയുന്നതും മനസ്സാന്തരവും വിശുദ്ധിയും ഉള്ളതായിരിക്കണം. യേശു ഒരിക്കലും വലിയ കെട്ടിടത്തിനും സമൂഹത്തിൻ്റെ മതിപ്പിനും ജനപ്രീതിക്കും ഊന്നൽ കൊടുത്തിരുന്നില്ല. ഇപ്പോൾ പല ചർച്ചകളും ലോകത്തിൻ്റെയും ലോക സംസ്കാരത്തിൻ്റെ ഇഷ്ടത്തിനും അനുസരിച്ച് പോകുന്നതാണ്. എഫേസ്യർ 6:12, എഫേസ്യർ ചാപ്റ്റർ 6:12. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർവ്വലോകങ്ങളിലെ ദുഷ്ടാന്ത സേനയോടും അത്രേ. ലൂക്ക് 13, ചാപ്റ്റർ 13:3, ലൂക്കോസ് 13:3. മനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രോവേർബ്സ് ചാപ്റ്റർ 12:1, സദൃശ്യവാക്യങ്ങൾ 12:1 ഇങ്ങനെ കാണുന്നുണ്ട്. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. മനസാന്തരമില്ലാത്തവരെ രക്ഷയില്ല, വിശുദ്ധിയില്ലാതെ ആരും ദൈവത്തെ കാണില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പല ചർച്ചകളും അവിടെ പോകുന്നവരും തിരുത്തൽ ഇഷ്ടപ്പെടുന്നില്ല, ഒന്നിലും ഉത്തരവാദിത്വം എടുക്കുന്നില്ല. അവർ ചിന്തിക്കുന്നു, അവർ അഭിമാനിക്കുന്നു, ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഉയരെയാണെന്ന്. അവർ ആത്മീയ ഏകാധിപതികളാണ്, വിനയാന്വിതനായ ഇടയനല്ല. അവർ വിചാരിക്കുന്നു അവർ മാത്രം സത്യവും
മറ്റുള്ളവരൊക്കെ അസത്യവും ആണെന്ന്. അവർ ആത്മീയതയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഒരു കൾട്ട് മാതിരി. ജനത്തിലൊരു വിഭാഗം, അവിടെ പോകുന്നതിൽ ഒരു വിഭാഗം അവർ പറയുന്നത് അക്ഷരപ്രതി അനുസരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉള്ളിടത്ത് പോകുന്നവരും ഈ കൾട്ട് മാതിരിയുള്ള ഇടങ്ങളിൽ പൈശാചിക കേന്ദ്രങ്ങളിൽ പോകുന്ന അനേകം പേരുടെ കുടുംബങ്ങൾ തകർച്ചയിലാണ്. ഭാര്യ ഭർത്തൃ ബന്ധം, മക്കളുടെ ജീവിതം, വിവാഹമോചനങ്ങൾ എന്നിങ്ങനെ പല വിധത്തിലും തകർന്നടിഞ്ഞിരിക്കുകയാണ് പല ഭവനങ്ങളും. ഒരു ഭവനത്തിൻ്റെ നന്മയും തിന്മയും തകർച്ചയും നിലനിൽപ്പും അവിടുത്തെ ഗ്രഹനായികയെ അഥവാ ഭാര്യയെ അഥവാ അമ്മയെ ആശ്രയിച്ചിരിക്കും. മക്കളുടെ തെറ്റുകൾ തിരുത്തി അവരെ നേർവഴി നയിച്ചാൽ അവിടെ സന്തോഷവും സമാധാനവും ആ ഭവനത്തിൽ കളിയാടും. ഇന്ന് അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. തെറ്റുകൾ തിരുത്തി ശാസിച്ച് നേർവഴിക്ക് നടത്തേണ്ടവർ തന്നെ അവരെ നാശത്തിലേക്ക് നയിക്കുന്നു. മക്കളോടുള്ള അമിത വാത്സല്യം കാരണം മാതാക്കൾ എല്ലാ തെറ്റുകളും പിതാവിൽ നിന്ന് മറച്ചു വയ്ക്കാനും അതിനൊക്കെ കൂട്ടുനിൽക്കാനും പ്രേരിപ്പിക്കുന്നു. മക്കൾ നാശത്തിൻ്റെ പടുകുഴിയിൽ വീണ് തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയിലെത്തുമ്പോഴാകും പിതാവിൽ നിന്ന് മറച്ചു വച്ച സത്യങ്ങൾ ആ പിതാവ് അറിയുന്നത്. അതിൽ നാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും മീഡിയയിൽ കൂടിയും പല മാധ്യമങ്ങളിൽ കൂടിയും ധാരാളം സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് സമാനമായി അതിലൊരു ഉദാഹരണം മാത്രമാണ് ഈ അടുത്ത കാലത്ത് വെഞ്ഞാറിൽ മൂടി നടന്ന സംഭവം. ഞാനതിലേക്ക് വിശദമായി കടക്കുന്നത് നിങ്ങളിൽ പലരും അത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യ കഥയിൽ പറഞ്ഞതുപോലെ സമൂഹം ചോദിച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും തലകുനിച്ച് നിൽക്കേണ്ടതായി വരുമോ? ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ സന്ദേശം നൽകിയത് ജോർജ് ജൂനിയർ കിഴക്കേ വീട്.